കേരളത്തിലെ ക്രൈസ്തവ ഭവനങ്ങളിൽ ഓശാനയുടെ തലേദിവസം മധുരത്തിന്റെ ഒരു തിരുനാളാണ്. അടുക്കളയിൽ മധുരമുള്ള കൊഴുക്കട്ടകൾ പാകമാകുന്ന ശനി, കൊഴുക്കട്ട ശനി. എല്ലാ ക്രിസ്ത്യൻ കുടുംബങ്ങളിലും ഇത് ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ നസ്രാണി കുടുംബങ്ങളിൽ പണ്ടുമുതലേ നിലനിൽക്കുന്ന ഒരു പ്രധാന ആചാരമാണ് കൊഴുക്കട്ട ശനി. തേങ്ങയും ശർക്കരയും എല്ലാം ചേർത്ത് ഉണ്ടാക്കുന്ന കൊഴുക്കട്ടയെക്കുറിച്ച് പ്രധാനമായും 3 ഐതിഹ്യങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത്, യേശു തന്റെ സുഹൃത്തായ ലാസറിന്റെ ഭവനം സന്ദർശിച്ചപ്പോൾ ലാസറിന്റെ സഹോദരി മറിയം യേശുവിന്റെ അടുത്തിരുന്ന സമയത്ത് മർത്ത യേശുവിന് വേണ്ടി എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ച് തിടുക്കത്തിൽ അരിപ്പൊടിയും ശർക്കരയും തേങ്ങയും ഉപയോഗിച്ചുണ്ടാക്കിയ വിഭവമാണ് കൊഴുക്കട്ട എന്ന് കരുതപ്പെടുന്നു. ഇതുമാത്രമല്ല, ലാസർ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത്തിന്റെ ആഘോഷമായി ഇതുപോലെ മധുരപലഹാരം പങ്കിട്ടതിന്റെ ഓർമ്മ പുതുക്കലായും ഇതിനെ കാണുന്നു. ജീവിതം പുനർസ്ഥാപിക്കപ്പെട്ടതിന്റെയും പ്രത്യാശ പുനർജീവിച്ചതിന്റെയും അടയാളമായി സന്തോഷത്തിൽ ഒരു ചെറിയ മധുരപലഹാരം എല്ലായിടത്തും അന്ന് പരന്നു. ഇനിയും തീർന്നില്ല കൊഴുക്കട്ട ഉണ്ടാക്കുന്നതിൽ. വേറെയുമുണ്ട് പല കഥകൾ. യേശുവിനെ അറിയാനെടുത്ത കല്ലുകളുടെ ഓർമ്മപ്പെടുത്തലായും കൊഴുക്കട്ടയെ ചിത്രീകരിക്കാറുണ്ട്. കൊഴുക്കട്ടയ്ക്കുള്ളിലെ മധുരം വേദനകൾ സഹിക്കാനുള്ള കൃപയെ സൂചിപ്പിക്കുന്നു. കൊഴുക്കട്ട ശനി വലിയ തിരുനാളൊന്നുമല്ല, എങ്കിലും നോമ്പുകാലത്തെ മധുരം പങ്കിടാനും പ്രത്യാശയുടെയും വിശ്വാസത്തിന്റെയും സന്ദേശം കൈമാറാനുമുള്ള ഒരു ദിനമായാണ് കൊഴുക്കട്ട ശനി വിശ്വാസികൾ ആഘോഷിക്കുന്നത്. ഓരോ കൊഴുക്കട്ട ശനിയും ഒരു ഓർമ്മപ്പെടുത്തലാണ്, സഹനങ്ങളെ മധുരമായി സ്വീകരിക്കാനുള്ള ഓർമ്മപ്പെടുത്തൽ.